നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബംഗാളിൽ നടക്കാനിരിക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് പൂർത്തിയാകുന്നതോടുകൂടി മെയ് 4-ന് തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫലം പുറത്തുവരും. ഈ അവസരത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ തുടരില്ല എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ്. ഈ വിലയിരുത്തൽ പുറത്തു വരുന്നത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, മറിച്ച് CPIM-ൽ നിന്ന് തന്നെയാണ്. CPIM-ഉം LDF-ഉമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ 3-ാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് CPM അവകാശപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പത്രസമ്മേളനങ്ങളിലുമെല്ലാം CPIM-ന്റെ നേതാക്കന്മാർ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. UDF-ന് LDF സർക്കാരിന് അല്ലെങ്കിൽ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല. 3-ാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരാണിത്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ തുടരാൻ അനുവദിക്കും എന്നാണ് CPM നേതാക്കൾ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. CPIM-ന്റെ ഈ വിലയിരുത്തൽ പുറത്തു വരുന്നത്. CPM സംശയം പ്രകടിപ്പിക്കുകയാണ്, പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന്. നേരത്തെയുള്ള അവരുടെ നിലപാടിൽ നിന്നും അവരുടെ വിലയിരുത്തലിൽ നിന്നും കണക്കുകൂട്ടലുകളിൽ നിന്നുമെല്ലാം മാറി സഞ്ചരിക്കുകയാണ് CPM. അതായത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് CPIM-ന് സംശയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM പരാജയപ്പെടാൻ കാരണം അതാണ്. ന്യൂനപക്ഷ വോട്ട് UDF-നും കോൺഗ്രസിനും അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം നടന്നത് UDF-ന് അനുകൂലമായി. അത് BJP-ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ CPIM-ന് ഒന്നും ചെയ്യാനില്ലാത്തത് കാരണം BJP-യുടെ ഒരു കൃത്യമായ ബദൽ എന്ന രീതിയിലാണ് കോൺഗ്രസിന് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വോട്ട് ചെയ്തത്. അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളായാലും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളായാലും അവർ BJP-ക്കെതിരായിട്ടുള്ള ഒരു വോട്ട് എന്ന നിലയിലാണ് കോൺഗ്രസിനും UDF-നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. അത് LDF-ന്റെ പിന്നോട്ട് പോക്കിന് കാരണമായി. ദേശീയ തലത്തിൽ കോൺഗ്രസും CPIM-ഉം എല്ലാം ഒരുമിച്ച് ഇന്ത്യ മുന്നണി എന്ന നിലയിലാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ UDF-ന് പിന്തുണ നൽകുകയായിരുന്നു കേരളത്തിലെ ന്യൂനപക്ഷം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കില്ല എന്നാണ് CPM കരുതിയത്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു. CPIM-നെതിരെ ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടു. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളുമെല്ലാം UDF-ന് ഒപ്പം നിന്നത് പരമ്പരാഗതമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ നേടിയിരുന്ന CPIM-ന് വലിയ കോട്ടമുണ്ടാക്കി, വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM പരാജയപ്പെടാനുള്ള കാരണം. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് UDF നേതാക്കൾ ശക്തമായി പറഞ്ഞിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും CPM നേതാക്കൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ അത് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല എന്നാണ് അന്ന് CPM നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലവിലില്ലെന്നും ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ BJP-യും അതുപോലെ തന്നെ UDF-ഉം ഏറ്റെടുത്ത് പ്രചരണം നടത്തിയതാണ് പാർട്ടിയുടെ പിന്നോക്കം പോകലിന് കാരണമെന്നും, എന്നാൽ ശബരിമല വിഷയത്തിൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജനങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാണ് എന്നുമൊക്കെയാണ് അന്ന് CPM പറഞ്ഞിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നതെല്ലാം CPIM-ന്റെ നേതാക്കന്മാരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ നേതാക്കന്മാരുടെ പങ്കിനെക്കുറിച്ച് ദുരൂഹമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംശയം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായി. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ സോണിയാഗാന്ധിയുമായും കോൺഗ്രസിലെ ചില നേതാക്കന്മാരുമായും ഒക്കെ ബന്ധം പുലർത്തിയിരുന്നത് പിന്നീട് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയെക്കുറിച്ച് ഇനി ഞങ്ങൾക്ക് ആശങ്കയില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല എന്നുമാണ് CPM വിലയിരുത്തിയത്. പക്ഷേ ഈ ശബരിമല വിഷയമല്ല, ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ അത് BJP വിരുദ്ധമായി മാറിയെന്നും അത് കോൺഗ്രസിന് പോയി എന്നുമാണ് ഇപ്പോൾ CPM
CPM വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അത് CPM വിരുദ്ധമായി അല്ലെങ്കിൽ LDFന് പ്രതികൂലമായി ധ്രുവീകരിച്ചിട്ടില്ലെങ്കിൽ മൂന്നാം ഊഴം ഉറപ്പ് എന്നും ഇപ്പോൾ CPM വിലയിരുത്തുന്നുണ്ട്. അതായത് 100-ലധികം സീറ്റുകൾ നേടി അധികാരം CPIMൽ നിന്നും 10 വർഷത്തിന് ശേഷം പിടിച്ചെടുക്കുമെന്ന UDF നേതാക്കളുടെ അവകാശവാദം. ആ അവകാശവാദത്തെ LDF തള്ളിയിരുന്നു. പല പ്രീപോൾ സർവേകളും പറഞ്ഞത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നായിരുന്നു. നിരവധി പ്രീപോൾ സർവേകൾ LDFന് മുൻതൂക്കം പ്രവചിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. എക്സിറ്റ് പോളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് CPIMന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത്. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇരിക്കവെയാണ് ഇത്തരത്തിൽ CPIMന്റെ വിലയിരുത്തൽ പുറത്തു വരുന്നത്. ചതിച്ചത് ന്യൂനപക്ഷ സമുദായാംഗങ്ങളാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന ചില വിമർശനങ്ങളും വിലയിരുത്തലുകളും വരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെന്നും ഹിന്ദു സംഘടനകളായ ഹിന്ദു സമുദായ സംഘടനകളായ SNDPയെയും അതുപോലെ തന്നെ NSSനെയും ചേർത്ത് നിർത്തിയത് വലിയ പ്രയോജനമുണ്ടാക്കിയില്ല എന്നും ഇപ്പോൾ CPM വിലയിരുത്തുന്നുണ്ട്. അപ്പോഴും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത പൂർണ്ണമായും CPM തള്ളിക്കളയുന്നില്ല. അതായത് ഇത്തരത്തിൽ പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ ന്യൂനപക്ഷ ധ്രുവീകരണം അത് കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടില്ല എങ്കിൽ അത് CPIMന് വലിയ ഗുണം ചെയ്യും. മൂന്നാം തവണയും പിണറായി വിജയൻ സർക്കാർ തന്നെ വരും എന്നാണ് ഇപ്പോൾ CPM കണക്ക് കൂട്ടുന്നത്.